വൈകിട്ടായപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. റെയിൽവേയിലൊക്കെ ചാടിക്കിടന്ന് വേണം അവളുടെ വീട്ടിലോട്ട് പോകാൻ. നമുക്ക് അതിസാഹസികമായ യാത്രയായിരുന്നു. അപ്പം അവൾ രച്ചു എന്ന് അവളുടെ പേര്. അപ്പം അവളും ഞാനും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിലെ തൊട്ട് ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് പഠിച്ച് വളർന്ന ആൾക്കാരാണ്. അവൾ പഠിച്ചിപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവാണ്. ഗസ്റ്റായിട്ടാണ്, പെർമനൻ്റായിട്ട് എങ്ങും കിട്ടിയിട്ടില്ല. അപ്പോൾ അവൾ കാണുമ്പോഴും വിളിക്കുമ്പോഴൊക്കെ അവൾ പറയും, പണ്ട് നമ്മൾ ടീച്ചറും കുട്ടിയൊക്കെ കളിക്കൂലായിരുന്ന. അപ്പോഴത്തേക്കും ഓർത്താ ഞാൻ പഠിച്ച് വലിയ ടീച്ചറൊക്കെ ആവും, ഇങ്ങനെ ശരിക്കും പിള്ളേരെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പോൾ ഞാനവിടെ നിന്ന് ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പണ്ട് ടീച്ചറും കുട്ടിയൊക്കെ കളിച്ചൊക്കെ ഓർമ്മ വരും എന്നൊക്കെ അവൾ എപ്പോഴും പറയും. അപ്പം ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ കഞ്ഞിയും കൂട്ടാനും ടീച്ചറും കുട്ടിയും ഒക്കെ കളിച്ച് വളർന്ന ആൾക്കാരാണ്. എന്നിട്ട് അവളെപ്പോഴും പറയും, നിനക്കും BEd എടുത്തിട്ട് ടീച്ചറായിട്ട് കയറിക്കൂടെ എന്നൊക്കെ എപ്പോഴും ചോദിക്കും. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമൊന്നുമില്ല. എനിക്ക് PSC കിട്ടണം, ഒരു ഗവൺമെൻറ് ജോലി നേടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നടക്കുന്നതുകൊണ്ട് ഞാൻ BEd എന്ന പക്ഷത്തേക്ക് നോക്കാൻ കൂടി ഞാൻ മുതിർന്നിട്ടില്ല. എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ടീച്ചിങ് ഫീൽഡ് ഒന്നാമത് എനിക്ക് പഠിപ്പിച്ച് കൊടുക്കാനൊന്നും അറിയില്ല. സ്വയമേ പഠിക്കാം, നമ്മൾ വായിച്ച് സ്വയമേ പഠിക്കാം എന്നുള്ളൊരിതല്ലാതെ മറ്റുള്ളവർക്ക് പഠിക്കാനായിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനോ ഒന്നും എനിക്കത്ര വശമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ആണ് കൂടുതലും BEdലേക്ക് പോകാത്തത്. അപ്പോൾ അവളോട് പറയുമ്പോൾ എപ്പോഴും അവൾ പറയും, BEd പഠിക്കുക, നമുക്ക് ഒരുമിച്ച് ടീച്ചേഴ്സ് ആകാം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അപ്പോൾ ഇന്ന് പോയപ്പോഴും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേട്ട് പിന്നെ അവിടെ 4-5 മണിക്കൂർ ചിലവഴിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ കുരിശുമ്പും പുന്നയമൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് പിന്നെ റോസൂനെയൊക്കെ തുറന്ന് വിട്ട് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വൈകുന്നേരം പരിപാടി. അപ്പം നിങ്ങളുടെ പരിപാടിയൊക്കെ എന്തൊക്കെയെന്ന് കമൻറ്റ് ചെയ്യണം. ബൈ.